ഹായ് മകളെ, വളരെയധികം സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. അതായത് നിങ്ങളുടെ മെയ് 8-ന് നിങ്ങളുടെ റിസൾട്ടൊക്കെ വരുമെന്ന് അറിഞ്ഞ് ഞങ്ങളൊക്കെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് മലപ്പുറത്ത് ഒതളൂരിൽ നിവേദ്യ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൾ ഇപ്പോൾ മരിച്ചു എന്നൊരു വിവരം കിട്ടുന്നത്. മകൾ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസണാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. ഇതുപോലെ ഒരുപാട് കാലമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് അത്രയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ റിസൾട്ട് അല്ല നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കുന്നത് എന്നൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. പല ആളുകളും കഷ്ടപ്പെട്ട് പഠിച്ചു, ഇനി പക്ഷേ പഠിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകും. എന്ത് തന്നെ ആവട്ടെ, അതിൻ്റെ റിസൾട്ട് മാത്രമാണ് വരാനിരിക്കുന്നത്. ഈ ഒരു റിസൾട്ട് കൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് മാത്രമല്ല നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു എന്താണെന്ന് പറയുക, ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗമാണ്. നമ്മുടെ ലൈഫിലെ ചെറിയൊരു ടേണിംഗ് പോയിന്റ് ആണ് SSLC എന്ന് പറയുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി പഠനമല്ലാത്ത ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട്. നമുക്കറിയാം, ഒരുപാട് തോറ്റെടുത്ത് നിന്ന് ഉയർന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ മകളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവൾ തോറ്റു പോകുമെന്ന ഭയമായിരുന്നു. ആ ഭയം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ചുറ്റുമുള്ള പാരൻസ് അല്ലെങ്കിൽ കുടുംബക്കാർ, അവരുടെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, കൂട്ടുകാരികളിലൊക്കെയുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഭയം വരാനുള്ള പ്രധാന കാരണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഭയം നിങ്ങളെയും അലട്ടുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ ചുറ്റുപാടിനനുസരിച്ച് നിങ്ങൾക്ക് ഭയം കൂടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അവരൊക്കെ നെവർ മൈൻഡ് എടുക്കുക. കാരണം അവരാരും നമ്മളെ ലൈഫിനെ സഹായിക്കാൻ വരുന്ന ആളുകളല്ല. അവരൊക്കെ നമ്മളെ മാനസികമായിട്ട് തളർത്താൻ മാത്രമേ അവർക്കൊക്കെ സാധിക്കുള്ളൂ. നമ്മളെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ് എന്നൊരു ബോധമാണ് നമുക്കുള്ളിൽ വേണ്ടത്. നിങ്ങൾക്കാണ് ശക്തിയുള്ളത് എന്ന് മറ്റാരേക്കാളും അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കുക. റിസൾട്ട് എന്തോ ആവട്ടെടാ. നിങ്ങൾക്ക് ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+ പ്രതീക്ഷിച്ച് പോയ ആളുകൾക്ക് ഫുൾ A+ കിട്ടണമെന്നില്ല. സങ്കടം ഉണ്ടാവും, സഹിക്കുക. കാരണം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ കേവലം ഒരു പരീക്ഷയൊന്നും നമ്മളെ ലൈഫിന് എന്താക്കുന്നില്ല. ഒരിക്കലും നമ്മളെ ലൈഫിനെ തീരുമാനിക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഞാനാണെങ്കിലും എനിക്ക് ഫുൾ A+ കിട്ടിയിട്ട് വന്ന ഒരാളല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനും തോൽവികളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാളാണ്. എന്ന് കരുതി ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്രയധികം ചിന്തിച്ചു, എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുണ്ട്, എൻ്റെ സൊസൈറ്റി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എന്നിൽ നിന്ന് എന്തൊക്കെയോ കിട്ടാനുണ്ട് എന്നൊരു പ്രതീക്ഷ എൻ്റെ സൊസൈറ്റിക്ക് ഉണ്ട്. സോ അത് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എന്നെ ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്നത്. സോ തീർച്ചയായിട്ടും നമുക്കൊരു പർപ്പസ് ഉണ്ട്. നമ്മുടെ ലോകത്തിന് നമുക്ക് ചെയ്തു തീർക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു പർപ്പസ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് 10ാം ക്ലാസ് ഒന്നും അല്ല. അത് ഒരുപാട് നമുക്ക് ജീവിച്ച് തീർക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങളുടെ റിസൾട്ട് എന്തുമാവട്ടെ, നിങ്ങൾ പ്രതീക്ഷിച്ചതൊക്കെ കൂടട്ടെ. ഇനി അഥവാ നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്കുള്ള സമയം വരാനിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോവട്ടെ, തോറ്റു പോവട്ടെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ലൈഫിൽ SSLC എന്ന് പറയുന്നതല്ല ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി, ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും, കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കൊരു ഒരു സമാധാനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളുണ്ടാവും. യാതൊരു പേടിയും വേണ്ട മക്കളെ. നല്ലൊരു റിസൾട്ടിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലന്റ് ലേണിംഗ്. ബൈ.